നടന്ന കാര്യം വ്യക്തമായല്ലോ. CMRL കേസിൽ CPM-ന്റെ പ്രതിരോധം പൊളിഞ്ഞുവെന്നാണ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്. ഇടപാടിലെ അഴിമതി അന്വേഷിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ED-ക്ക് മുന്നിൽ പിണറായി വിജയനോ വീണയോ പ്രതിയായ ഒരു കേസെങ്കിലും ഉണ്ടോ എന്ന് ന്യായീകരിക്കാനായി വിശദീകരിക്കുകയാണ് AK ബാലൻ. ED ഒരു ഫെയർ ആയിട്ടുള്ള സത്യസന്ധമായ ആത്മാർത്ഥമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ് പ്രതിസ്ഥാനത്തുള്ളത് എങ്കിൽ അടുത്ത ഘട്ടത്തിൽ അഴിമതിയുടെ അന്വേഷണം വരുമ്പോൾ സാക്ഷാൽ പിണറായി വിജയനും പ്രതിപ്പട്ടികയിൽ വരുമെന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമാകാൻ ഇനി അധിക നാളില്ല. ഹൈക്കോടതി തള്ളിയതിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലും തള്ളി. അതിലെവിടെയും പിണറായി വിജയനോ വീണയോ അഴിമതി നടത്തിയെന്നോ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നോ സുപ്രീം കോടതി സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ CMRL എക്സാലോജി കേസിലെ തുടർ നടപടികളടക്കം ആലോചിക്കാൻ കൊച്ചിയിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. ED ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. CMRL എക്സാലോജി കേസിലെ അന്വേഷണം തൃപ്തികരമെന്നാണ് യോഗം വിലയിരുത്തിയത്. പ്രത്യക്ഷത്തിൽ CMRL-ന് തിരിച്ചടി എന്നാണെങ്കിലും ഇത് ബാധിക്കുന്നത് CPM-നെയാണ്. ED-ക്കെതിരായ ആക്രമണം പാർട്ടിയെ വലിയ അളവിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കേസ് അന്വേഷണം സജീവമാകാൻ കളമൊരുങ്ങുന്നത്. ആക്രമണ കേസിൽ ഇന്ന് ആ കേസിലെ പ്രതികളെ ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആയുധം കണ്ടെത്താനും കൂട്ടുപ്രതികളെ തിരിച്ചറിയാനും ഗൂഢാലോചന കണ്ടെത്താനുമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് തെളിവെടുപ്പ് നടക്കുകയും ചെയ്തു. കേസിലെ 5 പ്രതികളെ നാളെ വൈകിട്ട് 4 മണി വരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ തണലിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് എന്നെങ്കിലും ഒരിക്കൽ മറുപടി പറയേണ്ടി വരും ആരായാലും. പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന വിധം അഴിമതി നടത്തുകയും അക്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാലം അവസാനിപ്പിച്ചേ മതിയാകും. ഇന്നത്തെ ലോകം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതികൾ അർഹിക്കുന്നുണ്ട്. അന്വേഷണത്തിലും ആ മികവും ശരിയും ഉണ്ടാകട്ടെ.